നമസ്കാരം. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കടലമാവ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പോലെ ഒരു ലഡു ഉണ്ടാക്കാവുന്നത്. അപ്പം ഞാനത് യൂട്യൂബിൽ കണ്ടതാണ്, വേറൊരു യൂട്യൂബിൽ കണ്ടത്. അപ്പോൾ ഇപ്പോഴാണ് കടലമാവ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ച് നിങ്ങളെ ഒന്ന് ഈ ലഡു ഒന്നുണ്ടാക്കുന്നേ കാണിക്കുക. അപ്പം ഞാൻ കടലമാവ് ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുത്തു. ഇനി അതിന് വേണ്ടി കിസ്മിസൊക്കെ നമുക്കൊന്ന് വറുത്ത് ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. അപ്പം നമുക്ക് ആ കടലമാവെല്ലാം ഒന്ന് ഇടഞ്ഞെടുത്തിട്ട് നിങ്ങളെ ഞാൻ ചേർക്കുന്നത് കാണിക്കും. അപ്പം കടലമാവ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീനിച്ചട്ടി ഒന്ന് എണ്ണ ചൂടാക്കാനൊന്ന് വെച്ച് ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാം. അപ്പം നമ്മുടെ കടലമാവിനകത്ത് നമ്മൾ ഒരു ശകലം ഉപ്പ് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുറുകുറാന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം കലക്കിയെടുത്തതിന് നല്ല കുറുകുറാന്ന് നമ്മൾ കലക്കിയെടുത്ത് ഈ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ഈ പരുവത്തിൽ കലക്കിയെടുത്തു. എന്നിട്ട് നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കി മറ്റേ നമ്മുടെ കാജു മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്ത് പോരും. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് മൂക്കുന്നിടം വരെ നമുക്കത് വറുത്തും കോരണം. അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഒന്ന് വറുത്ത് കോരും. അപ്പം ഞാൻ എണ്ണ മൂത്തൊന്ന് നോക്കാം, ഇച്ചിരിട്ട് നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് ഒന്ന് വറുത്ത് കോരി നമുക്ക് ഇനി എടുക്കാം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വറുത്ത് നമുക്ക് ഇനി കോരിയെടുക്കാം. ഇത് എത്രമേൽ ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ എണ്ണ മൂത്ത് കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിക്കാം. അവർ പറഞ്ഞ ഇങ്ങനെ ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒഴിച്ച് അതിന് ഡിസൈനും ഒന്നും വേണ്ട, എങ്ങനെയായാലും മതിയെന്നാണ് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവർ ഇതിൻ്റെ കളർ ചേർക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഓർത്തില്ല കളർ ചേർക്കുന്നത്. അത് കാരണം ഞാൻ ആദ്യം ഇട്ടത് അങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഇച്ചിരി കളർ ഇട്ടായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ അതിനോർത്ത് കളർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഓറഞ്ച് കളറിലെ ഇച്ചിരി കളർ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഡുവിനൊരു കളർ വേണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ളതിനകത്ത് ഓറഞ്ച് കളർ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ അധികം കളർ ചേർത്തില്ല, കുറച്ച് കളറേ ചേർത്തുള്ളൂ. അപ്പം അത് മൊത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം നമ്മളത് തണുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇച്ചിരി പഞ്ചാരയൊന്ന് പാവ് കാച്ചാൻ ആ ചിരിച്ചടിയിൽ തന്നെ വെച്ചു. നമുക്ക് ആ സമയം കൊണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കും. അപ്പം നമ്മൾ ഇതുപോലെ എടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന നൂല് പരുവൊന്നും ആക്കണ്ടാന്ന്. അതേണ്ട ശരി അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ലഡുവിൻ്റെ ഇത്. ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം, പഞ്ചാരക്കകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി തീ വന്ന് കൊടുത്താം. അപ്പം നമ്മുടെ ലഡു നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതേണ്ട കണ്ടോ, നിങ്ങൾ എളുപ്പം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ ലഡു കണ്ടോ.